Come on, come on, Sindu. വരൂ സിന്ധു. എനിക്ക് വെള്ളം കണ്ടാലേ പേടിയാ. ഞാനല്ലേ ഇവിടെ വാ. വരൂ സിന്ധു പ്ലീസ്. വേണ്ട രവേട്ട, എനിക്ക് പേടിയാവും. അല്ലെങ്കിൽ രവേട്ടൻ ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ പേടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ മതി രവേട്ട പ്ലീസ്. ഓക്കെ ഓക്കെ നമുക്ക് പോവാം. ഓക്കെ എങ്ങനെ വീട്ടിലേക്ക് പോകും? അത് സാരമില്ല. വീട്ടിൽ 5 മണിക്ക് എത്തിയാ പോരെ. ഇവിടെ റൂം എടുത്ത് ഡ്രസ്സെല്ലാം ഉണക്കിയിട്ട് പതുക്കെ പോകാം. ധാരാളം സമയമുണ്ട്. ഓക്കെ? ആ വരും. കമോൺ സിന്ധു. വരൂ വരൂ സിന്ധു. ദാ മൈതാനം പോലെ സ്ഥലം കിടക്കുന്നു. സൗകര്യമായി ഡ്രസ്സെല്ലാം ഉണക്കിക്കോ. ആ ഇനി ഏതായാലും ഊണ് കഴിച്ചിട്ട് പോകാം. ഓക്കെ? എന്നെ വിട് രവേട്ട, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? പ്ലീസ് പ്ലീസ് രവേട്ട, വേണ്ട പ്ലീസ് രവേട്ട, വേണ്ട പ്ലീസ്, വേണ്ട രവേട്ട, വിട് രവേട്ട, പ്ലീസ് വേണ്ട രവേട്ട. എന്തിനാ സിന്ധു നീ കരയുന്നത്? ഛേ, കൊച്ചു കുട്ടികളെ പോലെ. ഏതായാലും ഞാൻ നിന്റെ വീട്ടിൽ വന്ന് അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ നിന്നെ വിവാഹം കഴിക്കും. പിന്നെന്തിനാ പേടിക്കുന്നത്? ഞാൻ പാവമാണ്. എടി മണ്ടി, നീ ഇങ്ങനെ ഭയന്നാലോ? കമോൺ, ഗെറ്റ് റെഡി, നമുക്ക് പോകാം. ഓക്കെ? Hello. Sir, room vacate ido. Yes. Thank you, manager. You are welcome. അത് നമ്മുടെ വേലിപ്പിള്ളയുടെ മകളല്ലേ? ആണോ? അതേന്ന്. ആ പെണ്ണിന് ഈ പണിയും തുടങ്ങിയത്.
എന്തോ നിന്റെ മോളവിടെ മോളെത്തിയില്ലല്ലോ. എത്തൂല. എനിക്കറിഞ്ഞൂടെ അവിടെ എത്തൂലെന്ന്. നാട് മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് അവൾക്ക് വരാൻ. നിക്കടി അവിടെ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? എടി നിന്നോടാ ചോദിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന വഴി ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി. ഫ്രണ്ടിന്റെ വീട്ടിൽ? ആരാണടി അവൻ? എടി അവൻ ആരാന്ന്? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ മിണ്ടി പോരുന്നവിടെ. എടി സത്യം പറഞ്ഞു, ആരാണടി അവൻ? കോടതിയിൽ എനിക്ക് തലവൊക്കി നടക്കാൻ വയ്യാതായി. ഈശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ പോലെ സംഭവം? അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ഒന്ന് മാറിക്കടി. നിങ്ങളൊന്ന് ഒച്ച വെക്കാതിരി. ഇവിടെ അയൽവക്കക്കാരുണ്ട്. അയൽവക്കക്കാരൻ? ലോകം മുഴുവൻ അറിഞ്ഞു നിന്റെ മോളുടെ ഗുണോധികാരം. എടി എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ആരുടെ കൂടെ നീ കിടന്ന് കറങ്ങുന്നത്? എന്നോടൊന്ന് ഒളിച്ചു വെക്കാൻ നീ ശ്രമിക്കണ്ട. എല്ലാം ഞാൻ അറിഞ്ഞു. സത്യം തുറന്നു പറഞ്ഞു, ഇല്ലെങ്കിൽ നിന്നെ ഒന്ന് കൊല്ലും. എല്ലാം അറിയാമെങ്കിൽ പിന്നെന്തിനും ചോദിക്കുന്നത്? മോളെ, രവിയേട്ടൻ എന്നെ ഇഷ്ടമാണ്. എനിക്ക് രവിയേട്ടനെ. എന്താണ് നീ പറഞ്ഞത്? നിന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അധികാരമില്ലേ? അധികാരമുണ്ട് മോളെ. നിനക്കിഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അധികാരമുണ്ട്. അവൻ വേണ്ടാന്ന് വെച്ചാൽ ഇരുന്ന് കരയാനും അധികാരമുണ്ട്. കുറച്ചുകൂടെ സ്വതന്ത്രമായി പെരുമാറി വല്ലതും സംഭവിച്ചു പോയാൽ കിണറ്റിലോ പുഴയിലോ ചാടി ആത്മഹത്യ ചെയ്യാനും നിനക്ക് അധികാരമുണ്ട് മോളെ. എടി, നീ ഈ കുടുംബത്തിലെ മൂത്ത പെണ്ണാണ്. നീ നശിച്ചാൽ ഈ കുടുംബവും നശിക്കും. നിന്റെ ഇളയതും ഒരു പെണ്ണാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ നമ്മുടെ കുടുംബത്തെ കൊലക്ക് കൊടുക്കരുത് മോളെ. അമ്മ എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? എനിക്കെന്താ, ഒന്നും അറിയില്ലേ? രവിയേട്ടൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആളല്ല. അദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നാളെ രവിയേട്ടൻ ഇവിടെ വിളിച്ചോണ്ട് വന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാം. പോരെ? എന്താ സിന്ധു, വളരെ അർജന്റായി വരണമെന്ന് പറഞ്ഞത്? എന്താ വിശേഷിച്ച്? വളരെ അർജന്റായി തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ്. എന്താ, പുതിയ സിനിമയിലും വന്നിട്ടുണ്ടോ? അതല്ല. പിന്നെ ഇനി പിക്നിക് പ്രോഗ്രാം അല്ല. പിന്നെ നമ്മുടെ കല്യാണത്തെ കുറിച്ച് പറയാനാണ്. കല്യാണമോ? അതെ രവിയേട്ടാ, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വീട്ടിലെല്ലാം അറിഞ്ഞു. അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. വീട്ടിലാകെ കുഴപ്പമാണ്. രവിയേട്ടൻ എന്നെ ഏത് സമയത്തും വിവാഹം കഴിക്കുമെന്ന് പ്രോമിസ് ചെയ്താണ് ഞാൻ വന്നത്. എന്താ സിന്ധു പറയുന്നത്? കല്യാണം ഇത്ര അർജന്റായി നടത്താൻ പറ്റുന്ന കാര്യമാണോ? എന്ന് വെച്ചാൽ എനിക്കിനി ഡിഗ്രി എടുക്കണം, മെഡിസിന് പോകണം, പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അത് മതി രവിയേട്ടാ, അത് മതി. പക്ഷേ ചേട്ടൻ എന്റെ വീട്ടിൽ വന്ന് ഒന്ന് പറഞ്ഞാൽ മതി. അവർക്കൊരാശ്വാസമല്ലേ? ചേട്ടൻ സെറ്റിലാവുന്നവരെ ഞാൻ കാത്തിരുന്നോളാം. കൊള്ളാം. നീ പാർക്കിൽ 10-15 നിമിഷം കാത്തിരിക്കുന്ന പോലെയാണോ 6 വർഷം കാത്തിരിക്കുന്നത്? അത് തന്നെയുമല്ല, 6 വർഷം കഴിയുമ്പോൾ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് എനിക്കിപ്പോ എങ്ങനെ പറയാൻ കഴിയും? പിന്നെ അതുവരെ സിന്ധുവിന്റെ വീട്ടുകാർക്ക് കാത്തിരിക്കാൻ കഴിയുമെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി സമയം കളയാതെ സിന്ധുവിന്റെ വീട്ടുകാർ തീരുമാനിക്കുന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. രവിയേട്ടാ, നമ്മൾ പരസ്പരം സ്നേഹിച്ച് അടുക്കാവുന്നതിൽ കൂടുതൽ അടുത്തതിന് ശേഷം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? വെരി ഗുഡ്, ഞാൻ മനസ്സിലാക്കി തരാം. അതായത് പ്രേമം വേറെ, കല്യാണം വേറെ. പ്രേമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം പാസ്, ദാറ്റ്സ് ഓൾ. കല്യാണം അതല്ല, അത് സത്യമാണ്, ശാശ്വതമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം വെറും പ്രേമം മാത്രം. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ അച്ഛനമ്മമാർ പറയുന്നതനുസരിച്ച് എന്നെ വിട്ടേക്കൂ. ഓക്കെ? എന്താ പറഞ്ഞത്? എന്നെ വിട്ടേക്കാനോ? ഒരാളെ സ്നേഹിച്ച് അവനെല്ലാം അർപ്പിച്ചതിന് ശേഷം
അവനെ മറക്കണം. കറക്റ്റ്. ഓഹോ, അതിനുശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണം അല്ലേ? You rascal! എന്നെ കബളിപ്പിച്ച് എന്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച നീ ഇനി ജീവിച്ചിരിക്കരുത്. I will kill you. I will kill you. I will kill you. I will kill you. I will... You bitch! നീ വിളിച്ചിട്ട് പടി നിന്റെ 3 ആങ്ങളമാരെ. നീ തൂങ്ങി മരിക്കുന്നു പറഞ്ഞാലും എന്നെ കിട്ടുന്നിരിക്കണ്ട. Go to hell. I don't care.